മാവ് കുഴച്ച് വെച്ചാലേ ഇത് നന്നാവുള്ളൂ എന്നൊക്കെ ആരാ പറഞ്ഞേ? വെറുതെ കോരി ഒഴിച്ചും സിമ്പിളായിട്ട് റെഡിയാക്കാട്ടോ. അപ്പൊ ആദ്യം ചെറു ചൂടുള്ള 1 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് മിക്സ് ആക്കി 10 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും ഈസ്റ്റ് നല്ല പോലെ ആക്റ്റീവ് ആകും. എന്നിട്ട് ഇതിലേക്ക് 1 മുട്ട, 2 ടേബിൾ സ്പൂൺ ഓയില്, 3/4 ടീസ്പൂൺ വനില എസൻസ്, ഇത്തിരി ഉപ്പ് ഇത്രയിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്നങ്ങ് മിക്സ് ആക്കാം. ഇനി ഒരു 1.5 കപ്പ് മൈദ, അര കപ്പ് വീതം ഇട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. 1 കപ്പ് പാലിന് 1.5 കപ്പ് മൈദ കറക്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് 3/4 മണിക്കൂർ ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് പാലും ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്നങ്ങ് കുറുക്കിയെടുക്കാം. കുറുകി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. 3/4 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിൽ വലിയൊരു തവി ഒന്നങ്ങ് ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്നങ്ങ് എണ്ണയിലേക്ക് മുക്കി കൊടുക്കാം. അപ്പോഴേക്കും ഈസി ആയിട്ട് അങ്ങ് വിട്ടുപോരും കേട്ടോ. അങ്ങനെ എല്ലാ ബണ്ണും റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേ ചെയ്യാൻ, ഉൾഭാഗമൊക്കെ വെന്ത് വരണമല്ലോ. ഇനി ചൂടാറിയതിന് ശേഷം നെടുകി ഒന്ന് മുറിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ള ക്രീം ബണ്ണ് റെഡി. അപ്പൊ എങ്ങനാ? സെറ്റല്ലേ? അടിപൊളിയാ.